ആകമാനം ഒരു വിപ്ലവം, സോളാർ വിപ്ലവം വരും തരത്തിൽ എല്ലാവരും ആകാംക്ഷയോടുകൂടി അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും അവരത് കുറ്റമറ്റ രീതിയിൽ ചെയ്യുകയും അതിൻ്റെ ഗുണം ഉപഭോക്താക്കൾ വീട്ടുകാർ അനുഭവിച്ചു വരികയും ചെയ്യുന്ന സാഹചര്യമാണ്. ബാങ്കുകൾ വലിയ നൂലാമാലകളില്ലാതെ ഉപാധികളും ഇല്ലാതെ ലോണും സബ്സിഡിയും കൊടുക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ ഇതിനെല്ലാം തുരങ്കം വെക്കുന്ന നടപടികളാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും ഉണ്ടാകുന്നത്. അവരുടെ ദീർഘവീക്ഷണമില്ലായ്മ കാരണവും അവരുടെ മോശം അടിസ്ഥാന സൗകര്യവും കാരണം ഈ മേഖല പൂർണ്ണമായും പ്രതിസന്ധിയിലായിരിക്കുക. ഇത്തരത്തിലുള്ള ആസൂത്രണമില്ലായ്മ നിമിത്തം, ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പിടിപ്പുകേട് നിമിത്തം ഈ ഗുണഭോക്താക്കൾ എല്ലാവരും ഈ സോളാർ സിസ്റ്റം ഉപേക്ഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഊർജ്ജ പ്രതിസന്ധി പരിഹരിക്കാൻ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം വെണ്ടർമാരും നാട്ടുകാരും സാധാരണക്കാരും എല്ലാവരും കൂടി ചേർന്ന് ഈ സിസ്റ്റത്തെ ഉൾക്കൊള്ളുവാൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ട് പൂർണ്ണമായും പരിശ്രമിക്കുമ്പോൾ ഈ വകുപ്പ് തന്നെ ഇതിനെ തകിടം മറിക്കുന്നതാണ് ഇവിടെ കാണുന്നത്.